നമസ്കാരം. തത്വമയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മാസീവായിട്ടുള്ള എസ്കലേഷനാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തോതിൽ ഭാരതത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാൻ പോലെ ഒരു തെമ്മാടി രാജ്യം, പാകിസ്ഥാൻ്റെ പ്രതിരോധ സേനയുടെ വലിപ്പം വെച്ച് നോക്കിയാലും ആയുധശേഷിയുടെ വലിപ്പം വെച്ച് നോക്കിയാലും ആ രാജ്യത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കിയാലും ഭാരതവുമായി ഒരു തരത്തിലും കൂട്ടിക്കെട്ടാനോ താരതമ്യം ചെയ്യാനോ സാധ്യതയില്ലാത്ത ഒരു രാജ്യം. എന്തുകൊണ്ടാണ് ഭാരതത്തെ ഇങ്ങനെ പ്രകോപിപ്പിച്ച് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ശത്രുവിനെ ഡീൽ ചെയ്യുമ്പോൾ ശത്രുവിനെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി, അതിന് മുമ്പുള്ള രാത്രിയുടെ ഒരു ആവർത്തനമെന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു ഡ്രോൺ അറ്റാക്കുകളാണ് ഭാരതത്തിന് നേരെ ഉണ്ടായത്. അത് നമ്മുടെ രാജ്യത്തെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഉണ്ടായത്. ഗുജറാത്തിലെ ഭുജ് മുതൽ ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടർ വരെയുള്ള കംപ്ലീറ്റ് ഏരിയയിൽ LOCയുടെ ഇപ്പുറം കിടക്കുന്ന പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജനവാസ മേഖലകളിലും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടമായി 50 ഡ്രോണുകളുടെ ഒരു കൂട്ടം മുതൽ 400 ഡ്രോണുകളുടെ ഒരു കൂട്ടം വരെ എത്തിയെന്ന് പറയുന്നുണ്ട്. ഇത്രയും ഡ്രോണുകൾ ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അമൃത്സറിൻ്റെ മുകളിൽ പോലും ഇന്ന് രാവിലെ 5 മണിക്ക് ഡ്രോണുകൾ കണ്ടു എന്നാണ് ആർമി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് വലിയ ചെലവില്ലാത്ത ഒരു യുദ്ധമാണ്. ഇതൊരു ലോ കോസ്റ്റ് വാറാണ്. ഹമാസിനെ പോലെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ചെയ്യുന്ന അതേ ഒരു തന്ത്രമാണ് ഇതുപോലുള്ള ഡ്രോൺ അറ്റാക്ക്. ഈ ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം. ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും കിട്ടിയ ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾ ഒരു സൂയിസൈഡ് ഡ്രോണുകളാണ്. അവ വീണ് പൊട്ടി നശിക്കുകയാണ്, ഒപ്പം ചുറ്റുപാടും നശിപ്പിക്കുകയാണ്. അപ്പോൾ വലിയ നാശനഷ്ടം നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. 2 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായിട്ടുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഭാരതത്തിൻ്റെ തിരിച്ചടി എന്നുള്ളതല്ലേ? പക്ഷേ ഭാരതത്തിൻ്റെ ആക്രമണം ഇപ്പോഴും ഒരു നീജർക്ക് ആക്ഷൻ അല്ല. അതായത് ഇങ്ങോട്ടൊരാക്രമണം വരുമ്പോൾ ചാടി എഴുന്നേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഭാരതം അങ്ങനെ ആക്രമിക്കുകയല്ല. ഭാരതം ഇപ്പോഴും വലിയ തോതിൽ സംയമനം പാലിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തുന്നത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഇങ്ങോട്ട് വന്ന ഡ്രോണുകൾ വെടിവെച്ചിട്ടു. അതിനുശേഷം പാകിസ്ഥാൻ്റെ ഫെസിലിറ്റീസ്, അതായത് പാകിസ്ഥാന് ഭാരതത്തിലേക്ക് പ്രത്യാക്രമണം നടത്താൻ സാധ്യതയുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ ബേസുകളാണ് ഭാരതം ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇസ്ലാമാബാദിലെ മാത്രമല്ല, റാവൽപിണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാൻ്റെ അധികാര കേന്ദ്രം യഥാർത്ഥത്തിൽ റാവൽപിണ്ടിയാണ്, ഇസ്ലാമാബാദ് അല്ല, അംബാരയാണ്. അത് ISIയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ കഴിഞ്ഞ് മാത്രമേ പാകിസ്ഥാൻ്റെ ഇസ്ലാമാബാദിന് പ്രാധാന്യമുള്ളൂ. എല്ലാവർക്കും അറിയാം, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് റാവൽപിണ്ടിയിലാണ്, സൈനിക ആസ്ഥാനത്താണ്. റാവൽപിണ്ടിക്ക് സമീപമുള്ള വിമാനത്താവള ബേസിനെയാണ് ഇന്നലെ നമ്മൾ തകർത്തത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VIP മൂവ്മെൻറ്റ്സിനെ അത് കാര്യമായിട്ട് ബാധിക്കും. പാകിസ്ഥാനിലെ ആർമി ജനറൽമാരുടെ മൂവ്മെൻറ്റ്സിനെ അത് ബാധിക്കും. ഇസ്ലാമാബാദിന് സമീപമുള്ള വിമാനത്താവളത്തിലും ഈ VIP മൂവ്മെൻറ്റുള്ള വിമാനത്താവളത്തിലും വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ അപ്പുറം ഞെട്ടിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇത്രയും കാലം സൂയിസൈഡ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചതെങ്കിൽ ഇന്നലെ പാകിസ്ഥാൻ മിസൈൽ ആക്രമണത്തിന് ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം. ഈ മിസൈൽ ആക്രമണം എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഗതി അല്ലെങ്കിൽ നില മാറുകയാണ്, അതിൻ്റെ നിലവാരം മാറുകയാണ്, അത് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭാരതത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇരട്ടത്താപ്പ് സിഖ് തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായതും കൂടി ഞാൻ എടുത്തു പറയുകയാണ്. ഇന്നിപ്പോൾ രാവിലെ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോയിൽ, അത് പാകിസ്ഥാനിലെ ഒരു ചാനൽ ചർച്ചയാണ്. ആ പാകിസ്ഥാനിലെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന, നമ്മൾ പല പ്രാവശ്യം ഈ പരിപാടിയിലൊക്കെ പറഞ്ഞിട്ടുള്ള, നമ്മളുടെ തത്വമയി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഗുർപത്വന്ത് സിംഗ് പന്നൂൻ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ ഭീകര നേതാവാണ്. അയാളാണ് ഭാരതത്തിനെതിരെ അമേരിക്കയിലും കാനഡയിലും ഇരുന്ന് വലിയ തോതിൽ പ്രവർത്തിക്കുന്നത്. അയാൾ സോറോസിൻ്റെ പണം മേടിക്കുന്നുണ്ട്, സോറോസുമായി ബന്ധപ്പെട്ട ആളാണ്. ഭാരതത്തിലെ എല്ലാ
രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പങ്കുണ്ടെങ്കിൽ അത് പന്നുവിൻ്റെ നേതൃത്വത്തിലാണ്. ആ പന്നുനാണ് പാകിസ്ഥാൻ്റെ ടെലിവിഷൻ ചാനലുകളിൽ ഇരുന്ന് ഭാരതത്തിനെതിരെ വിഷം തുപ്പുന്നത്. അത് കുഴപ്പമില്ല, അയാളുടെ ജോലിയാണത്, അയാൾ ചെയ്യട്ടെ. പക്ഷേ പാകിസ്ഥാൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരും ഭാരതീയരുമാണ്. അതായത് ഒരു വശത്ത് പന്നുവിനെ കൊണ്ടിരുത്തി ഭാരതത്തിനെതിരെ വിഷം വമിപ്പിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഇന്നലെ രാത്രി ചെയ്തത് അമൃത്സറിന് നേരെ മിസൈൽ ആക്രമണത്തിന് പദ്ധതിയിടുകയാണ്. യഥാർത്ഥത്തിൽ മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നും ആ മിസൈൽ വെടിവെച്ചിട്ടു എന്നും വാർത്തകൾ വരുന്നുണ്ട്, കൺഫർമേഷൻ ഇല്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ അമൃത്സറിൽ എവിടെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും ഞെട്ടും. അത് സുവർണക്ഷേത്രമാണ്. എന്തിനാണ് സുവർണക്ഷേത്രം ആക്രമിക്കുന്നത്? സുവർണക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാം, സിഖ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ എല്ലാ വിശ്വാസങ്ങളുടെയും കേന്ദ്രമാണ് അകാൽ തക്തും ആ അകാൽ തക്ത് ഉൾപ്പെടുന്ന സുവർണക്ഷേത്രവും. ആ സുവർണക്ഷേത്രം ആക്രമിച്ച് നശിപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഭാരതത്തിൽ വലിയ തോതിൽ കലാപം പൊട്ടിപ്പുറപ്പെടുമെന്നും സിഖ് വംശജർ പൂർണ്ണമായും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന് എതിരാകുമെന്നുള്ള കണക്കുകൂട്ടലിൻ്റെ ബേസിസിൽ മാത്രമാണ് സുവർണക്ഷേത്രം പാകിസ്ഥാൻ ആക്രമിക്കുന്നത്. ആ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാണ് സിഖ് തീവ്രവാദിയായ പന്നെ പോലുള്ളവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ലക്ഷ്യം മതപരമായ ഒന്നുമല്ല, ഇവൻ്റെയൊക്കെ ലക്ഷ്യം ഭാരതത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്ന് അടിവരയിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. ഇനി ഒരു കാര്യം കൂടി പറയാം, എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതൊരു പൂർണ്ണ യുദ്ധമാക്കാൻ ശ്രമിക്കുന്നത്? അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദ്ദേശമാണ്. അതായത് ഇന്നലെ ഭാരതത്തിൻ്റെ തന്നെ നമ്മളുടെ പ്രസ് ബ്രീഫിങ്ങിൽ നമ്മളുടെ സൈന്യത്തിൻ്റെ പ്രതിനിധി കേണൽ ഖുറേഷി പറയുന്നുണ്ടായിരുന്നു. അതായത് മാപ്പ് കാണിച്ചാണ് പറഞ്ഞത്. അതായത് ഒരു മിസൈൽ ആക്രമണത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ പോലും ലോകത്ത് എല്ലായിടത്തും വിമാനത്താവളങ്ങൾ അടച്ചിടുകയും സിവിലിയൻ വിമാനങ്ങൾക്ക് സാധാരണക്കാരായ യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പോകുന്ന വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് പ്രാഥമിക കാര്യമാണ്. പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് ആക്രമണം നടത്തുകയാണ്, ഷെല്ലാക്രമണം നടത്തുന്നു, അതോടൊപ്പം ഡ്രോൺ ആക്രമണം നടത്തുന്നു, തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ പോലും പാകിസ്ഥാനിലെ സിവിലിയൻ വിമാനത്താവളങ്ങൾ അടയ്ക്കാതെ വിമാനങ്ങൾക്ക് വരാനും പോകാനുമുള്ള സൗകര്യം പാകിസ്ഥാൻ അധികൃതർ ചെയ്തു കൊടുത്തു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഈ സുവർണക്ഷേത്രം ആക്രമിക്കുന്നതിൻ്റെ പിന്നിലെ കുറുക്കൻ ബുദ്ധിയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പ്രത്യാക്രമണത്തിനിടയിൽ ഒരു സിവിലിയൻ വിമാനത്തിന് ഹിറ്റ് കിട്ടിയാൽ, ഒരു സിവിലിയൻ വിമാനം ആക്രമിക്കപ്പെട്ടാൽ, അത് താഴെ വീണാൽ അത്രയും മനുഷ്യരുടെ മരണത്തിൻ്റെ ഉത്തരവാദിയായി ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. എങ്ങനെയും ഭാരതത്തെ കുരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഭാരതത്തിനെതിരെ ഇത്തരം ഒരു വല വിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതത്തിൻ്റെ ഓരോ നീക്കവും. ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനെ ചുട്ടുകരിച്ചുകൂടെ, അവിടെ പൂർണ്ണമായിട്ട് നമുക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന് നമ്മൾ വലിയ വീമ്പ് പറയുന്നു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ കേട്ട ഒരഭിപ്രായമാണ്, ഫേസ്ബുക്കിൽ കണ്ട അഭിപ്രായമാണ്, നമ്മൾ ചുമ്മാതി വാചകം അടിക്കാതെ ഇവന്മാരെ തീർത്തുകൂടെ, ഇവന്മാർ ചെറിയ അങ്ങനെയൊന്നുമല്ല. കാരണം ഈ ഒരു ട്രാപ്പുകളിൽ ഒന്നും വീഴാതെ വേണം ഭാരതത്തിന് പാകിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്യാൻ. അതിനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് ആക്രമണം ഉണ്ടാകുകയും ഇവിടെ സിവിലിയൻസ് മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനും ഇത്തരം ഒരു പരിസ്ഥിതിയിൽ ഒരു 100% ആർക്കും ഒരു സംരക്ഷണം കൊടുക്കാൻ സാധ്യമല്ല. അത് ആർക്കും സാധ്യമല്ല. നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു ഹിറ്റ് ഇങ്ങോട്ട് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ യുദ്ധഭൂമിയിലേക്ക് പോകുന്നത്. അത് പരമാവധി കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും മനുഷ്യസഹജമായിട്ട് നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യസാധ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഈ യുദ്ധത്തെക്കാൾ പാകിസ്ഥാൻ്റെ യുദ്ധം അല്ലെങ്കിൽ അതിനുള്ള ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതൊരാഴ്ചയ്ക്കപ്പുറം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള യാതൊന്നും പാകിസ്ഥാൻ്റെ കയ്യിലില്ല, അവരുടെ ഇന്ധനം ഉൾപ്പെടെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ സമയത്ത് ഭാരതത്തെ കുരുക്കിലാക്കാനും മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിലൂടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഭാരതത്തെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്താനും ഭാരതത്തിൻ്റെ വീര്യം നശിപ്പിക്കാനുമുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ആദ്യത്തെ ദിവസം ഇവിടെ 7 ഫൈറ്റർ വിമാനങ്ങൾ ഭാരതത്തിൻ്റെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ വീഡിയോ എടുത്ത് ആഘോഷിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒന്നാണെങ്കിൽ, ഇന്ന് രാവിലെ വന്ന പ്രചരണം മറ്റൊന്നുമല്ല, S-400 പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ ഭസ്മമാക്കി എന്നുള്ളതാണ് പ്രചരണം. ഇത് പാകിസ്ഥാൻ്റെ പ്രചരണം
ചൈനയും ഏറ്റെടുത്തിരുന്നു. പക്ഷേ നമ്മളുടെ കയ്യിലുള്ളത് S-400 3 പ്രതിരോധ സംവിധാനം 3 റഷ്യയിൽ നിന്ന് മേടിച്ചാണ്. ആ 3 പൂർവാധികം ശക്തമായി തന്നെ അലേർട്ടായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുന്നത്. ഇത്തരം തെറ്റായ വാർത്തകൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എങ്കിലും അതൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും രാജ്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ കോട്ടം ഉണ്ടാക്കാനും ഒക്കെ ആർക്കും സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പാകിസ്ഥാന് ഒരു തരത്തിലും ജയിക്കാൻ സാധിക്കാത്ത, ഒരു തരത്തിലും ഭാരതത്തെ മുറിവേൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു യുദ്ധത്തിനാണ് പാകിസ്ഥാൻ പുറപ്പെടുന്നത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഒരു ഒറ്റ യൂണിറ്റായിട്ട് പോലും കാണാൻ നമുക്ക് സാധ്യമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ പട്ടാളത്തെ വലിയ വീരശൂര പരാക്രമികളായിട്ട് കാണുന്ന ഒരു വലിയ പൊതുജനം ആണ് ആ രാജ്യത്തുള്ളത്. ഈ തെമ്മാടി രാജ്യത്തെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഇവർ ഇതുപോലെ പഹൽഗാമുകൾ വീണ്ടും ആവർത്തിക്കാൻ 26/11 വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവർക്ക് ആത്യന്തികമായി ഇവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഓപ്പറേഷനിൽ നിൽക്കുന്നതല്ല, അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഭാരതം ചെയ്തേ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും ഭാരതത്തിനുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നമസ്കാരം. ജയ് ഹിന്ദ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.